വടക്കേക്കരയുടെ നേതാവേ, വടക്കേക്കരയുടെ നേതാവേ, വടക്കേക്കരയുടെ നേതാവേ, വടക്കേക്കരയുടെ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ഓ ആ തെക്കേക്കരയുടെ നേതാവ് ദേ വരുന്നുണ്ട്. അവനിട്ട് കൂടെ കൊള്ളിച്ച് രണ്ടെണ്ണം അങ്ങ് വിളി. തെക്കേക്കരയുടെ നേതാവേ, തെക്കോട്ടെടുക്കും സൂക്ഷിച്ചോ. തെക്കേക്കരയുടെ നേതാവേ, തെക്കോട്ടെടുക്കും സൂക്ഷിച്ചോ. ഇങ്ങനെയൊക്കെ പറയാവോ, ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെയും കാണേണ്ടേ, നമ്മൾ നാളെയും കാണേണ്ടേ. എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം, എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം. മുട്ടയും കൂട്ടി തട്ടിയിട്ട്, മുട്ടയും കൂട്ടി തട്ടിയിട്ട്, മുട്ടയും കൂട്ടി തട്ടിയിട്ട്, മുട്ടയും കൂട്ടി തട്ടിയിട്ട്. നാണമില്ലേ ഇങ്ങനെ പറയാൻ, നാണമില്ലേ ഇങ്ങനെ പറയാൻ. സോറി, മേടിച്ച് തിന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ? അത് ശരി. അപ്പൊ ഉത്സവം അവര് നടത്തിക്കോട്ടെ എന്നാണോ? അത് പറ്റില്ല, ഉത്സവം നമുക്ക് തന്നെ നടത്തണം. ആഹാ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അതല്ല, ഈ കലാഞ്ജലിയുടെ ഉത്സവം ഇവിടെ തെക്കേക്കരക്കാർ നടത്തും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടത്താൻ സമ്മതിക്കൂല. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾ ഈ ഉത്സവം നടത്തും. എന്നാ പിന്നെ ഒന്ന് അറിയണോ? അതെ, നിർത്ത് 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 നിർത്ത്. കുറെ നാളായി ഇവിടെ കലാഞ്ജലിയുടെ ഉത്സവം നടത്താൻ തെക്കേക്കരയും വടക്കേക്കരയും തമ്മിൽ തർക്കം. ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ രണ്ട് കൂട്ടരും അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിക്കണം. ആ തീരുമാനമെടുക്കാൻ രണ്ട് മഹത് വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. അവര് പറയും, നമ്മൾ അനുസരിക്കും. അതാരാണാവോ ആ രണ്ട് മഹത് വ്യക്തികൾ? ലോക മലയാളികൾക്ക് സുപരിചിതം, പകരം വെക്കാനില്ലാത്ത അത്ഭുതങ്ങൾ, അവതാര പിറവികളുടെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തികളെ കാണ്. ഭാവസ്വാമി, ഭാവസ്വാമി, ഓ ഭാവസ്വാമി, ഓ ഭാവസ്വാമി, ഓ ഭാവസ്വാമി. നൃത്തം ചെയ്യും ഭാവസ്വാമി, ഇത്രയേ ഉള്ളൂ ഭാവസ്വാമി. നൃത്തം ചെയ്യും ഭാവസ്വാമി, ഭാവസ്വാമി വന്നിട്ടുണ്ട് ഭാവസ്വാമി. ഭാവസ്വാമി, ഭാവസ്വാമി, ഓ ഭാവസ്വാമി, ഓ ഭാവസ്വാമി, ഓ ഭാവസ്വാമി. ഇതാരാ? ഇത് ബാബുസ്വാമി. എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു അല്ലേ പൊന്നു? ഒന്നും വിളിച്ചു പറയല്ലേ. നന്നായിട്ട് നൃത്തമൊക്കെ ചെയ്യും. അങ്ങനൊന്നുമില്ല. നമ്മളൊരിക്കൽ ഫ്ലോറിഡയിൽ വെച്ച് നൃത്തം ചെയ്തപ്പോൾ സ്വാമി എന്നെ ഇങ്ങനെ കൈകൊണ്ട് വാരിപ്പോ. പിന്നെ മിണ്ടാതിരി പെണ്ണും പിള്ളേ, വെള്ളവും വെള്ളിയാഴ്ച ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറയാതെ. എന്നാ പോട്ടെ. എന്താ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഇത്തവണത്തെ കലാഞ്ജലിയുടെ ഉത്സവം ഞങ്ങൾക്ക് നടത്തണം. ഞങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. ഉത്സവം നടത്തുന്നെങ്കിൽ അത് ഞങ്ങൾ തന്നെ ആയിരിക്കും. നാഗയുടെ അഭിപ്രായം ആര് നടത്തണമെന്നാണ്? ആരോ നടത്തട്ടെ. ഞാൻ ഒരുത്തനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടില്ല. അയ്യോ നടത്തല്ലേ, അയ്യോ നടത്തല്ലേ, അയ്യോ നടത്തല്ലേ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്സവം നടത്താം, അല്ലെങ്കിൽ നടത്താതിരിക്കാം. അല്ലാതെ ഞാനിപ്പോ എന്തോ പറയാനാ? ഞാൻ പറയുന്നത്, ആരുത്സവം നടത്തിയാലും പാട്ടോ ഡാൻസോ ബഹളമോ ചെണ്ടകൊട്ടോ ഒന്നുമില്ലാതെ എവിടെങ്കിലും മാറിയിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടൊരു ഉത്സവം നടത്താം. ഇവനിത് എന്ത് തേങ്ങയായി പറയുന്നത്? ആഘോഷങ്ങളില്ലാത്ത ഉത്സവവും. എന്തായാലും ഉത്സവത്തിന് ഞങ്ങളുടെ ടീമിന്റെ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കും. ആഹാ, എന്നാ അത് കൈകൊട്ടിക്കളി ആയിരിക്കില്ല, കൈ വെട്ടിക്കളിയായിരിക്കും. ഞങ്ങളുടെ ടീമിന്റെ ഭജൻസ് വെക്കാനാ ഞങ്ങളുടെ തീരുമാനം. ഭജൻസ് പോയിട്ട് ഒരു ഭജന പോലും പാടാൻ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നാ വേണ്ടടാ, ഭജൻസ് വേണ്ട. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് റാപ്പ് മതി. എന്തായാലും ഉത്സവം ഞങ്ങളെ നടത്തും. ആ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. എന്തായാലും ഉത്സവം തെക്കേക്കര ഇവിടെ നടത്തത്തുള്ളൂ. നീയൊക്കെ തീരുമാനിച്ചു വടക്കേക്കരക്കാരെ നടത്തും. നീയൊക്കെ എന്തുവാടാ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? നീയൊക്കെ കൊറേ ആയല്ലോ. നിന്റെ അടുത്തൊക്കെ മര്യാദക്ക് സംസാരിച്ചാലേ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എന്റെ ഭാഷയിൽ തന്നെ പറയാം, കേട്ടോടത്താ. എടാ എടാ എടാ, നിന്നെയൊക്കെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നടാ. നിന്റെയൊക്കെ ആ പറഞ്ഞാലേ പറഞ്ഞ പോലെ അനുസരിക്കണം, അല്ലെങ്കിൽ ഓടും. ഇവിടെ കൊറേ എന്റെ സ്വഭാവം മാറ്റിച്ചാലുണ്ടല്ലോ, നിന്നെയൊക്കെ ഞാൻ തുപ്പും. നിനക്കൊക്കെ മതിയായോടാ? ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് പരിഹരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്? എനിക്കുണ്ട്.
എനിക്കും ഉണ്ട്. എനിക്കും ഉണ്ട്. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു സിനിമ എടുക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആഹാ, അത് നല്ല ഐഡിയ. പക്ഷെ ഞങ്ങൾക്ക് സിനിമയെ കുറിച്ചോ ഷോർട്ട് ഫിലിമിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ല. ഇതിനൊരു ഡയറക്ടർ വേണ്ടേ? അല്ലെങ്കിൽ പോട്ടെ, ഒരു സംവിധായകനെങ്കിലും വേണ്ടേ? നിങ്ങൾക്ക് പറ്റിയ ഒരു ഡയറക്ടറിനെ ഞാൻ തരാം. അല്ല, ആരാണ് ആ ഡയറക്ടർ? ഡയറക്ടർ സ്റ്റീഫൻ സ്പിൽബർഗ് കുമാർ. ഓ, സ്റ്റീഫൻ സ്പിൽബർഗുമായി ഒരു പുലബന്ധവും ഇല്ല. പക്ഷേ മിടുക്കനാണ് അയാൾ. UK പഠനം, ജോലി, പിന്നെ അവിടെ വെച്ചൊരു പടം പിടിച്ചു. അതിനുശേഷം അമേരിക്കയിൽ വരേണ്ടി വന്നു. അറ്റ്ലാന്റിൽ വെച്ചൊരു പടം പിടിച്ചു. അതുകൊണ്ട് താമസം ഹ്യൂസ്റ്റണിൽ. ദേ വരുന്നു ആ മിടുക്കൻ സ്റ്റീഫൻ സ്പിൽബർഗ് കുമാർ. I'm not in a mood 'cause my flight delayed. So I jumped on a private jet and I'm asking a pilot the ETA. Lambo parked on a landing strip, everyone in my gang and my DJ paid. നമസ്കാരം, ഞാൻ ഡയറക്ടർ സ്റ്റീഫൻ സ്റ്റീൽ വർക്ക് കുമാർ. സ്റ്റീൽ വർക്ക് കുമാറാ? അല്ല, സ്റ്റീഫൻ സ്പിൽബർഗ് കുമാർ. എടാ, നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നീ എന്റെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ട. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് വെച്ചിട്ട് പോടാ ഇവിടുന്ന്. ഇതാരാണ് വിളിച്ചത്? ആ ചീള് ചെക്കൻ ഉണ്ണിമൂന്തൻ. അതെ, സ്റ്റീഫൻ സ്പിൽബർഗർ കുമാറെ. ബർഗറോ? അല്ല, എന്തോ ഒരു കുമാറെ. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് സിനിമ തുടങ്ങണം. സിനിമ അങ്ങനൊന്നും ചാടിക്കയറി തുടങ്ങാൻ പറ്റൂല. അതിന് ആദ്യം വേണ്ടത് ഒരു കഥയാണ്. എന്നാ എന്റെ ഒരു കഥയുണ്ട്, നമുക്കത് സിനിമയാക്കാം. അയ്യോ, അത് നമുക്ക് വിഷുവിനോ ദീപാവലിക്കോ ഇറക്കാം. അതെന്താ? അല്ല, ഈ പൊട്ടുന്ന സാധനങ്ങൾക്ക് അപ്പോഴാ മാർക്കറ്റ് കൂടുതൽ. ഞാൻ ഒരെണ്ണം പൊട്ടിച്ചോണ്ടല്ലോ. എന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ ചിരിക്കും, മുതിർന്ന ആൾക്കാർ കൈയടിക്കും. ആഹാ, എന്നാ അത് കൊള്ളാലോ. എന്നാ നിങ്ങൾ കഥ പറ, ഞാനൊന്ന് കേക്കട്ടെ. എന്തുവാടാ ഇത്? അല്ല, കഥ തുടങ്ങാൻ പോവില്ല, അപ്പൊ ഒരു ആംബിയൻസിന്. താനങ്ങോട്ട് കഥ പറയടോ. ആദ്യം ഒരു കടലാണ് കാണിക്കുന്നത്. കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് മുക്കുവരുടെ കഥയാണ് എന്റെ കഥ. അത് കൊള്ളാം. കടലിനെ വെച്ച് അങ്ങനെ ഒരു പടം വന്നിട്ടില്ല. എടാ, പിന്നെ ഈ അമരമൊക്കെ ടർഫിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണോ? അയ്യോ, ഇത് അങ്ങനത്തെ കഥയല്ല. ഇത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥയാണ്. താൻ കഥ പറ. ആ കടപ്പുറത്തെ ഒരു തൊഴിലാളിയാണ് അച്ചൻകുഞ്ഞ്. ആ അച്ചൻകുഞ്ഞിന്റെ 17 വയസ്സുള്ള ഒരേ ഒരു മകളാണ് എൽസമ്മ. ഈ എൽസമ്മയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനാണ് അസറഫ്. സാറിന് സംഭവം മനസ്സിലായ? പറഞ്ഞു വരുന്നത് ചെമ്മീൻ സിനിമയിലെ കഥയാണ്. എനിക്ക് മനസ്സിലായി. എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. ഈ അച്ചൻകുഞ്ഞ് അസറഫിൽ നിന്നും പല തവണയായി പണമായും വള്ളമായും വലയായും പല സഹായങ്ങളും നേടിയിട്ടുണ്ട്. വള്ളം നിറയെ മീനും കൈ നിറയെ കാശും കിട്ടിയപ്പോ അച്ചൻകുഞ്ഞ് ആളാകെ മാറി. ആ ചാകര കാലത്താണ് അങ്ങേക്കരയിൽ നിന്നും കരുത്തനും മുരടനുമായ ഒരു യുവാവ് വള്ളം തുഴഞ്ഞ് ഇങ്ങേക്കരയിലെത്തിയത്. പഴനി. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എടാ, നാളെ ചെമ്മീൻ സിനിമയിലെ പഴയ കഥയും പറഞ്ഞോണ്ട് വരാൻ. അയ്യോ, ഇത് ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയോ? ഇത് ആ സ്ക്രിപ്റ്റ് വെച്ചോണ്ടിരുന്നുള്ള കുഴപ്പം. എന്നാ ഞാൻ വേറൊരു കഥ പറയാം. ഓടോ ഓ, ഇനി പരിസരത്ത് കണ്ടുപോകരുത്. ഇനി എന്ത് കഥയുണ്ടെങ്കിലും നിങ്ങളോട് പറയുന്ന പരിപാടിയില്ല. ഞാൻ രാജമൗലിയോട് പറഞ്ഞോളാം. കിടുക്കൊരു കഥയുണ്ടായിരുന്നു എന്റെ കയ്യിൽ. വേറൊന്നുമല്ല, വെറും 300 രൂപയ്ക്ക് വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരിയെ കുരിശിലേറ്റി കൊന്ന കഥ. കർത്താവെ, കളിച്ച് കളിച്ച് എന്റെ ബൈബിളും കട്ടെഴുതി. ഇറങ്ങടാ അവിടുന്ന്. ഞാനൊരു അടിപൊളി കഥ പറയാം. ഒരു വലിയ വഞ്ചിയില് നിങ്ങൾ 2 കരക്കാരും കൂടി ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു. രാത്രിയില് ബോട്ട് ഒരു 110 മൈൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പ്രേമമുണ്ട്, ഫുഡുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഇങ്ങനെ കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കപ്പൽ ഒരു വെളുത്ത പാറയിലിടിച്ച് 2ആയിട്ട് പിളർന്ന് താഴേക്ക് പോകുന്നു. കപ്പലിലുള്ള കുറച്ചുപേര് മരിക്കുന്നു, കുറച്ചുപേര് ജീവിക്കുന്നു. അതിലൊരു സ്ത്രീയും പുരുഷനും പ്രേമിക്കുന്നു. കട്ട ആക്ഷൻ, കട്ട ത്രില്ലർ ആൻഡ് മ്യൂസിക്കലാണ്. Every night in my dreams, I see you, I feel you. ആഹാ, കൊള്ളാം. ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ തന്നെ ഈ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ. യു ആർ എ സെലക്ടഡ്. എന്റെ മൂവി എപ്പോഴും ഫ്രഷ് കണ്ടന്റ്, ഫ്രഷ് മ്യൂസിക്, ഫ്രഷ് ഐഡിയ. നീ ഈ പറഞ്ഞ കഥ ടൈറ്റാനിക്കിന്റെ ആണെന്ന് ഏതൊരു കൊച്ചു ചെറുക്കനും അറിയാം. അതുകൊണ്ട് നീ പുതിയൊരു കഥയുണ്ടാക്ക്. നീ തന്നെയല്ലേ വിദൂരം എന്ന് പറഞ്ഞൊരു കഥ എഴുതിയത്? അതെ, വിദൂരത്തിന് ശേഷം ഞാൻ വിദൂരം 2 എന്ന് പറഞ്ഞൊരു കഥ എഴുതി. ഇനി നമുക്ക് ഈ സിനിമ വിദൂരം 3 എന്ന് പറഞ്ഞങ്ങോട്ട് ഇറക്കാം. ഓക്കെ അല്ലേ? ഞങ്ങൾ ഓക്കെ.
അപ്പൊ ആദ്യം നമുക്ക് ഇതിനൊരു നായകനെയും നായികയും തിരഞ്ഞെടുക്കാം. നായികയായിട്ട് ഞാൻ അഭിനയിക്കാം. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നായകനായിട്ട് ഞാൻ തന്നെ അഭിനയിക്കാം. ഡേയ്, അത് എതിർ പാർട്ടിയാണ്. ഒരു ലയനം നടക്കണമെങ്കിൽ അങ്ങ് നടക്കട്ടെ. ആര് നായകനും നായിക ആയാലും അഭിനയിക്കാൻ അറിയാവോന്ന് അറിയാൻ വേണ്ടി ഒരു സ്ക്രീൻ ടെസ്റ്റ് ഞാൻ നടത്തും. ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു തരാം, അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. ഓക്കെ സാർ. താങ്കൾ ദുഷ്യന്തൻ, ഇത് ശകുന്തള. അപ്പൊ സീനെന്ന് വെച്ചാൽ ദുഷ്യന്തൻ ശകുന്തളയോട് ചോദിക്കുകയാണ്, താതു കണ്ണോൻ തപോഭൂമിയിൽ നിന്നും ഇനിയും മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? അപ്പോൾ ശകുന്തള പറയണം, എത്തിയിട്ടില്ല നാഥാ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇന്ന് ഞാൻ പൊളിച്ചടക്കും. കൊള്ളാം, അവന്റെ ഗൗരവം കൊള്ളാം കേട്ടോ. താതുകണ്ണൻ തപോഭൂമിയിൽ നിന്നും ഇനിയും മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനിയും മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? പറയൂ ശകുന്തളെ. ഓ ഷേറ്റ്, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടെന്നാണോ? എത്തിയിട്ടില്ല നാഥാ എന്ന് പറ. തീ ഒലിപ്പിച്ചോണ്ടിരിക്കാൻ ഡയലോഗ് പറയണേ ഇങ്ങോട്ടും. താപകണ്ണൻ തപോഭൂമിയിൽ താ. ആദകർണൻ തപോവന ഭൂമിയിലും എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് കേട്ടോ. ഇത് ശരിയാവത്തില്ല, ഇത് ശരിയാവത്തില്ല. നായകനെയും നായികയെ എല്ലാവരെയും മാറ്റണം. അതാരാ ആ വരുന്നത്? അയ്യോ, പ്രൊഡ്യൂസർ റോബി ചെമ്മന്നൂർ വരുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോബി, എനിക്ക് നിന്നെ പോലെ പല പല ഹോബി. Let's make this world happy. മിസ്റ്റർ ഡയറക്ടർ, പറയൂ സർ. ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതിൽ ഹണി ഉണ്ടാകും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഹണി ഉണ്ട് സർ. ഹണി വരുമ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. എനിക്കൊരു സെൽഫി എടുക്കണം. ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഒരു നേരത്തെ ഊണും കൊടുക്കണം. അതൊന്നും കുഴപ്പമില്ല സർ. പക്ഷെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം. അടപ്പ് തുറക്കുമ്പോൾ ഹണി പറന്നു പോകരുത്. ദാണ്ട് ഇതാണോ ഹണി? ആ, ഈ ഹണിയിൽ കിടക്കുന്നതാണ് ഹണി ബി, തേനീച്ച. ഇതായിരുന്നു ഹണി. ഞാൻ വിചാരിച്ചു ഹണി റോസ് ആയിരിക്കും. എടോ, തേനീച്ച വെച്ചൊക്കെ ആരെങ്കിലും പടം എടുക്കണോ? ഇവിടെ ഈച്ച വെച്ച് പടം എടുത്ത് ഹിറ്റായിരിക്കുന്നു. പിന്നാണോ സർ തേനീച്ച? എന്നാ ഒരു കാര്യം ചെയ്, ഈ പടം താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പോണു. അയ്യോ സാർ, പോവില്ല സാർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിൽക്കണില്ല, നിങ്ങളങ്ങനെ എടുക്കും. ഞാൻ പോണു. ഞാനും പോണു. ഞങ്ങളും പോണു. അയ്യേ, ഞങ്ങളും പോണു. ചേച്ചി, എല്ലാവരും പോയി. നിന്റെ ആദ്യത്തെ സിനിമയുടെ പേര് വിദൂരം, നിന്റെ രണ്ടാമത്തെ സിനിമയുടെ പേര് വിദൂരം 2, നിന്റെ ഇപ്പോഴത്തെ സിനിമ വിദൂരം 3G. പേര് പോലെ തന്നെ നിന്റെ സിനിമ മൊത്തത്തിൽ 3G ആയി പോയല്ലോടാ. വിദൂരം 3 മൂഞ്ചി എന്നല്ലേ? जिंदगी में मेरा मुंजल कभी खत्म नहीं होता है.